ഞാൻ ഈ വിഷയങ്ങളെ കാണുന്നത് വേറൊരു ആംഗിളിലായിരിക്കും. വീഡിയോ മുഴുവൻ കണ്ടാലേ അതിൻ്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ. കൺവെൻഷണൽ രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല. സോ നമസ്കാരം, മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ജീവജാലങ്ങളുള്ളിടത്തൊക്കെ ലൈംഗിക അതിക്രമവും നടന്നിട്ടുണ്ട്. ഈ ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞ് ഇരയെ ജീവനോട് വിട്ടാൽ പരാതി ഉണ്ടാവും. ഇത് നേരത്തെ മനസ്സിലാക്കിയവരാണ് ഈ ധർമ്മസ്ഥലത്തിലുണ്ടായിരുന്ന പൂജാരിമാരും അവരോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന അനുയായികളും. ആസിഡ് ഒഴിച്ച് വരെ മുഖം വികൃതമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ എതിർത്തവരോടുള്ള പ്രതികാരമായിട്ടായിരിക്കും നടന്നിരിക്കുന്നത്. ധർമ്മസ്ഥലയിലെ ആദ്യത്തെ സംഭവമല്ല. ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഇതുപോലത്തെ അനേക സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ മതത്തിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും മതാധിപത്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയായതുകൊണ്ടും ഒരു 15 കൊല്ലം മുമ്പാണ് ഇൻഡോറിൽ ഒരു അസാറാം ബാപ്പു എന്ന് പറഞ്ഞ ഒരു സന്യാസിയുടെ ആശ്രമം ഇതേപോലെ ആരോ ഒരു പെൺകുട്ടി പരാതി പെട്ട് കഴിഞ്ഞാൽ പിന്നെ മീറ്റു എന്നും പറഞ്ഞ് അനേകരാ വരുന്നത്. അങ്ങനെ വന്നപ്പോൾ നൂറുകണക്കിന് സ്ത്രീകളെയാണ് അവിടെ ബലാത്സംഗത്തിന് ഇരയാക്കി. അയാളുടെ മകൻ അവൻ 200 പേരെ കംപ്ലൈൻറ്റ് ചെയ്തവനെതിരായിട്ട്. ഇനി കംപ്ലൈൻറ്റ് ചെയ്യാത്തത് എനിവേ അതിൻ്റെ 100 ഇരട്ടി കാണുമെന്ന് വിചാരിക്കാം. ഒരു 20,000 പേര്. ഈ നമ്മൾ ഏത് കാര്യവും പുറത്തു വരുന്നത് സാധാരണ നമ്മുടെയൊക്കെ വിശ്വാസം ഒരു സംഭവമേ നടന്നിട്ടുള്ളൂ. അനേക ആയിരങ്ങൾ നടക്കുന്ന അനേക വർഷങ്ങളായിട്ട് നടക്കുമ്പോഴായിരിക്കും എപ്പോഴേലും ഇത് പുറത്തു വരും. അസാറാം ബാപ്പുവിൻ്റെ മകൻ നാരായണ സായി. ഈ അസാറാം ബാപ്പു 2013 ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് പരാതികൾ വന്നു കഴിഞ്ഞ് അതിനെപ്പറ്റി അന്വേഷണം നടന്ന് അയാളെ ശിക്ഷിച്ച് രാജസ്ഥാനിലെ ഒരു ജയിലിൽ കിടക്കുകയാണ്. പാണിപ്പട്ടിൽ സാന്ത് രാംപാൽ. അയാൾക്കവിടെ അയാളുടെ ഒരു 1000കണക്കിന് ഏക്കറുകളുള്ള വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ഇവരുടെയൊക്കെ ഇത്. അവിടെ സ്ത്രീ സന്യാസിമാരും പുരുഷ സന്യാസിമാരും ഒക്കെ അനേക നൂറുകണക്കിന് ജീവിക്കുന്ന ഒരു ആശ്രമം. അവിടെ സ്ത്രീകൾക്ക് തന്നെ ഉള്ളിടത്ത് അവിടെ ഒരു ഹോസ്റ്റൽ പോലെ കെട്ടിടങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷെ അണ്ടർഗ്രൗണ്ട് ഒരു ടണൽ ഉണ്ടായിരുന്നു. അപ്പം അതിലെയാണ് രാത്രി സ്ത്രീകളെ കൊണ്ടുവന്നത്. അതും ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് പോലീസിനൊക്കെ കയറാൻ പേടിയായിരുന്നു. റൈഫിളും യന്ത്രത്തോക്കുധാരികളായ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഹരിയാനയിൽ ഉണ്ടായിരുന്ന ദേര സച്ചാ സോദ, ഒരു ഗുർമിത് റാം റഹീം സിംഗ് എന്ന് പറഞ്ഞവരുണ്ട്. അവന് ഇവരെയൊക്കെ പിടിച്ച് അകത്തിടാൻ പേടിയാണ്. എന്ന് വെച്ചാൽ ഈ സന്യാസിമാരെ ഇവരെയൊക്കെ ആരാധിക്കുന്ന ആയിരങ്ങളുണ്ട്. ഈ ആയിരങ്ങളുടെ വോട്ട് കിട്ടണമെങ്കിൽ ഈ സന്യാസിമാരെ പോയി രാഷ്ട്രീയ നേതാക്കൾക്ക് തൊഴണം. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ കാണത്തില്ല, ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മത അധ്യക്ഷന്മാരെയും മതങ്ങളുടെ നേതാക്കന്മാരെയും NSS, SNDP, മുസ്ലിം ലീഗ്, ക്രിസ്ത്യാനി ഇവരുടെ എല്ലാം മത നേതാക്കന്മാരെ പോയി കാണുന്നത്. എന്നുവെച്ചാൽ ഈ മത നേതാക്കന്മാര് വിശ്വസിക്കുന്ന അനുയായികളുണ്ട്. അപ്പം അവരുടെ വോട്ട് കിട്ടും. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യം കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്ത് പല ആശ്രമങ്ങളിലും നടക്കും. പിന്നെ മോക്ഷത്തിൽ പോകണം എന്നുള്ള വിചാരത്തോടു കൂടിയാണല്ലോ ഇവരെല്ലാം അവിടെ പോകുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവരൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവരെ ഇങ്ങനെയുള്ളവരവിടെ ഇത് മോക്ഷത്തിലൂടെ നേരിട്ട് വിടുന്നു. എന്നായാലും മോക്ഷത്തിൽ പോകണം. അപ്പോൾ ഈ മോക്ഷപ്രാപ്തി കിട്ടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് മോക്ഷത്തിൽ പോകുന്നതെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് മരിക്കുന്നത് പുണ്യമായിട്ടാണ് മുസ്ലിംസ് കാണുന്നത്. കാരണം അങ്ങനെയുള്ള തീർത്ഥാടന പുണ്യസ്ഥലത്ത് വെച്ച് മരിച്ചാൽ നേരെ അങ്ങോട്ട് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ധർമ്മസ്ഥലത്തിൽ ഇവരെയൊക്കെ മോക്ഷത്തിലോട്ട് വിട്ടതിൽ എന്താ കുറ്റം പറയാതിരിക്കുന്നു? ഞാൻ കുറ്റം പറയുന്നത് അവർ നല്ല കാര്യം ചെയ്തു. പക്ഷെ ഏത് കുറ്റവാളികളും പിടിക്കപ്പെടുകയില്ലെന്ന് കാണുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും വീടും ഒക്കെ കൂടും. അതുകൊണ്ട് അവിടെ ഒരു 2013 ബസ്സിറങ്ങിപ്പോയ ഒരു കോളേജ് വിദ്യാർത്ഥിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡിയാണ് കിട്ടി. ഈ ഡെഡ് ബോഡിയുടെ അവിടെ ഇൻക്വസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല. എന്നുവെച്ചാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. എന്നുവെച്ചാൽ അവർക്കും ഇതിൻ്റെ കിട്ടും ഷെയർ. ഈ കമ്മീഷൻ വാങ്ങുക, ധനം സമ്പാദിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം, രാഷ്ട്രീയ നേതാക്കളുടെ അതെ ഉദ്യോഗസ്ഥരുടെ അതെ. അപ്പം അത് കിട്ടുന്ന എന്ത് കൃത്യങ്ങൾ എവിടെ നടന്നാലും അവരതിന് ചൂട് പിടിക്കും, മറപിടിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നോക്കിയാണ് എതിരെ നിൽക്കുന്നവർക്ക് എതിരെ കള്ളക്കേസ് ഉണ്ടാക്കും.
2012 സൗജന്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെയാണ് ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയത്. പിടിച്ചുകൊണ്ട് പോയ CCTV ഉള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയ CCTV ഒന്നും ആരും പരിശോധിച്ചില്ല. അപ്പോൾ ഇതിനെതിരെ അവിടെ ഒരു കമ്പയിൻ നടത്തിയായിരുന്നു. എഴുത്തുകാരുടെ റൈറ്റേഴ്സ് സംഘടന ബാംഗ്ലൂർ ഒരു പ്രതിഷേധം നടത്താനായിരുന്നു. പക്ഷെ പ്രതിഷേധത്തിന് പോലീസ് അനുമതി കൊടുത്തില്ല. സമീർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇതിനെപ്പറ്റി ഇപ്പോൾ അവനെതിരെ കേസെടുത്തു. മതനിന്ദ, റിലീജിയസ് സെന്റിമെന്റ് മുറിപ്പെടുത്തുന്നെന്നും പറഞ്ഞ് അവനെതിരെ കേസെടുത്തു. എന്നുവെച്ചാൽ ഇതിനെപ്പറ്റി എതിരെ ശബ്ദിക്കരുത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡാണ് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ എന്ത് കുറ്റകൃത്യങ്ങൾ നടന്നാലും അതിനെതിരെ പ്രതികരിക്കുകയോ അതിൻ്റെ തെളിവുകൾ ആരെങ്കിലും ശേഖരിച്ച് പുറത്തു വിടുകയോ ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കും. അപ്പം നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വരെയല്ലേ ഓരോന്നിനും കേസെടുക്കും. നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിച്ചാൽ അയാൾക്കെതിരെ കേസ്, പിണറായി വിജയനെതിരെ ശബ്ദിച്ചാൽ അയാൾക്കെതിരെ കേസ്. ഇവിടെ നമ്മുടെ ഓരോ യൂട്യൂബ് ചാനലേഴ്സ് ഉണ്ടല്ലോ, ഏതാണ്ട് ഡസൻ കണക്കിന് കേസുകളാണ് അവർക്കെതിരെ. കാരണം അവർ സത്യം വിളിച്ചു പറയുന്നു. അപ്പം ഭരണാധികാരികൾക്കും എല്ലാം താല്പര്യമുള്ളത് സത്യം ആരും അറിയരുത്. സത്യം വെളിപ്പെടുത്താൻ കൊള്ളിയില്ലാത്തതാണ്. അതുകൊണ്ടാണല്ലോ അത് പറയുന്നവരെ അവർ നശിപ്പിക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ പൊതുജനം എല്ലാം പറയുമെങ്കിലും ഇവർക്കൊക്കെ പിന്നെ വോട്ട് ചെയ്തു. അതാണ് പൊതുജനം കഴുത എന്നുള്ള വാക്കുമാണ്. പൊതുജനം കഴുതയാണെന്ന് പറഞ്ഞ് എല്ലാവരും തലകൊള്ളും. നീ ആ പൊതുജനത്തിലെ ഒരാളാണെന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം. അപ്പം നീയും കഴുതയല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടം. അപ്പം ഞാൻ കഴുതയല്ല. എല്ലാവരുടെയും കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ അറിയപ്പെടാത്തതായിട്ട് നിൽക്കും എന്നുള്ള ഒരു ധാരണയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. പക്ഷെ പൊതുജനമല്ല, ഈ എല്ലാ മനുഷ്യരും കഴുതയാണ്. എന്നുവെച്ചാൽ കഴുതയല്ലാത്തവരൊക്കെ നേതാക്കന്മാരുമാണ്, ലീഡേഴ്സുമാണ്. അല്ലെങ്കിൽ നേതാവ് അല്ല പൂജാരി അല്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, നേതൃത്വം എത്തിക്കഴിഞ്ഞാൽ അവർ ബുദ്ധിമാന്മാരാകും ഓട്ടോമാറ്റിക്കലി. എന്നുവെച്ചാൽ അവരുടെ താഴെയുള്ളവരുടെ കഴുതത്തരം കാണുമ്പോൾ എങ്ങനെ ബുദ്ധിമാനാകാണ്ടിരിക്കും അവർ. ഒരു മതപുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് തൊഴുന്നു, വണങ്ങുന്നു, അവരുടെ അടുത്തെല്ലാം വെളിപ്പെടുത്തുന്നു. പാപം തെറ്റ് ചെയ്യാത്തതും ചെയ്തതും ആരെയും നോക്കി, പുരുഷനെ നോക്കി, സ്ത്രീയെ നോക്കി എന്ന് പറയുന്ന പോലും വിളിച്ചു പറയുന്നതല്ലേ മനുഷ്യൻ. അപ്പൊ ഇവരുടെ ഈ ബലഹീനതയും ചാബല്യവും കണ്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും നേതാവായി ഓട്ടോമാറ്റിക്. അങ്ങനെയാണ് ഇവർക്ക്, ഈ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ മതപുരോഹിതർക്കും രാഷ്ട്രീയക്കാർക്കും യാതൊരു സെന്റുമില്ല. ഏത് കുറ്റകൃത്യം അവർ ചെയ്യുന്നു, കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും എല്ലാം അവർ ചെയ്യുക. എന്നുവെച്ചാൽ അവർക്കറിയാം സ്വർഗം എന്ന് പറയുന്ന ഒരു വിദ്യയാണെന്ന്. പക്ഷെ ഇവർ വിശ്വസിക്കുന്ന അനുയായികൾക്ക് അങ്ങനെയല്ല. അവർ സ്വർഗത്തിൽ നിങ്ങൾ പോകണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ കേൾക്കും. സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അവർക്കില്ല. എന്നാൽ ചെറുപ്പം തൊട്ടേ, ജനിക്കുമ്പോൾ തൊട്ടേ പറഞ്ഞും കേട്ടതും അറിഞ്ഞതും പഠിച്ചതും എല്ലാം വിപരീതമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ മാമൂലിനെ വിടുന്നു. ട്രഡീഷൻ, പാരമ്പര്യം, നാട്ടുകാരെന്ത് വിചാരിക്കും, മതാധ്യക്ഷന്മാരെന്ത് വിചാരിക്കും, റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള വിചാരങ്ങളിൽ ഉൾക്കൊണ്ട് അവർ പഴയതുപോലെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്കുള്ള വഴി മതങ്ങളിൽ കൂടിയും പൂജാരിമാരിൽ കൂടിയും ആണെന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നടക്കും. എല്ലാ മതത്തിൻ്റെ ആരാധന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇങ്ങനത്തെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിൽ കാണുമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇതിങ്ങനെയുള്ള കൊലപാതകങ്ങളും മരണപ്പെടലും ഒക്കെ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഒരു കാലത്തൊരു അന്വേഷണം നടന്നായിരുന്നു. പക്ഷെ അന്വേഷണമൊക്കെ ഒതുക്കപ്പെട്ടു. കൃപാസനം എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് ഒതുക്കപ്പെട്ടു. എനിക്ക് മതങ്ങളുടെ ഇടപെട്ടുള്ള മരണം, കൊലപാതകം ഒതുക്കപ്പെടും. നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ തന്നെ അന്വേഷണം കിട്ടി. ഫ്രാങ്കോയുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ആൾക്കാർ, ഇരകളുടെ കൂടെയല്ല. കാരണം ഫ്രാങ്കോ മതാധ്യക്ഷന്മാരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അവരിൽ പ്രീതിയായിട്ട് നിൽക്കുന്ന ഈ മതാധ്യക്ഷന്മാരിൽ വിശ്വസിച്ച് നിൽക്കുന്ന അനേകരുണ്ട്. അവരുടെ വോട്ട് കിട്ടണം. ബേസിക്കലി ഇവിടെയെല്ലാം കുഴപ്പക്കാരനാരാ? ജനാധിപത്യ സംവിധാനമാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം. ഈ സംവിധാനം എന്നില്ലാതാവുന്നോ അന്നേ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കത്തുള്ളൂ. ഇപ്പം ഇസ്ലാമിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എന്താണ്? ഒരു കുഴപ്പമില്ല. അവർ പറയുന്ന അവരുടെ നീതിനിഷ്ഠയ്ക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇവിടെ ഇപ്പം നീതി അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് കുഴപ്പം ജനാധിപത്യത്തിൽ. അപ്പോൾ കർക്കശ നിയമം ഉണ്ടെങ്കിൽ കർക്കശ നിയമം പാലിച്ച് ജീവിക്കണം. അതിനെന്താ തെറ്റിരിക്കുന്നത്? ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാക്കേൽ പുഴുത്താൽ നുണഞ്ഞിറക്കുക. അപ്പം ഈ മതവിശ്വാസവും ആരാധനയും ഇതെല്ലാം ഒരു നാക്കേൽ പുഴുത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളെ
ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും അസ്ഥികൂടങ്ങളും ഒക്കെ കിട്ടിയിരിക്കും. അത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വേറൊരു വഴിയില്ല. ഇനി ഈ അസ്ഥികൂടങ്ങൾ എല്ലായിടത്തും പരിശോധിച്ച ഏതെങ്കിലും ഒരു കേസ് തെളിയും, ഒറ്റ കേസും തെളിയും. അപ്പോൾ 1000 അസ്ഥികൂടം കിട്ടി, അല്ലെ അസ്ഥികൂടത്തിൻ്റെ പല കഷ്ണങ്ങൾ കിട്ടിയാൽ അതിൻ്റെ ചിലപ്പോൾ DNA എല്ലാത്തിൻ്റെ പലതിൻ്റെ ഒരുപോലെ ഇരിക്കും. ഒരാളുടെ തന്നെ പല സ്ഥലത്ത് കിടക്കുന്നതായിരിക്കും. ഈ ഒരാളുടെ ഒരു DNA, ഒരു മൃതശരീരത്തിൻ്റെ അല്ലെ ഒരു വീട്ടുകാരുടെ DNA എടുത്തിട്ട് പരിശോധിക്കാൻ എത്ര എണ്ണം പരിശോധിച്ചാലും അത് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ അത് തന്നെയല്ല, ഇങ്ങനത്തെ തീർത്ഥാടന കേന്ദ്രത്തിൽ അനേകർ ചെന്ന് വിശ്വാസികൾ പ്രായമായവരൊക്കെ മരിക്കാറുണ്ട്. അവരെ അവിടെ അടക്കം ചെയ്യാണ്ട് ഈ കന്യാകുമാരിയിലായാലും അയോധ്യയിലായാലും ആയിരക്കണക്കിന് പേര് ഇങ്ങനെ മരിക്കാറുണ്ട് അവിടെ ചെന്നിട്ട്. അവരെ അവിടെ ഇതുപോലെ മറവ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏത് കേസ് അന്വേഷിച്ചാലും അവസാനം തെളിവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു SIT ടീമൊക്കെ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ചുക്കും നടക്കത്തില്ല. അപ്പം ഈ തെളിവ് ഇതുവരെ നടന്നതിനൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ ഭവിഷ്യത്തറിയോ? ഇത് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ലൈസൻസായി, അവരുടെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ഇതുവരെയുള്ള കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ അവർക്ക് ധൈര്യം വരും. കാര്യം ഏതന്വേഷണം വന്നാലും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഉപായത്തിലുള്ള അലഗേഷൻസ് ഒന്നും പിന്നെ അന്വേഷിക്കത്തേ ഇല്ല, ഇനി ഉണ്ടാവും. പഴയത് അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർക്കൊരു ലൈസൻസായി ഇപ്പോഴത്തെ ഈ അന്വേഷണവും വരാൻ പോകുന്നു അങ്ങനെയായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഏത് അനർത്ഥങ്ങളും എവിടെയെങ്കിലും നടക്കുമ്പോഴാണ് എല്ലാവരുടെയും രക്തം തിളയ്ക്കുന്നത്. അവരവരുടെ കുടുംബങ്ങളിൽ ആത്മഹത്യകൾ നടക്കുന്നു. നവവധുവും പഴയ വധുവും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു, ഭർത്താക്കന്മാരെ കൊല്ലുന്നു, കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കുന്നു. ഇതൊന്നും വരുമ്പോൾ മറ്റുള്ളവരുടെ രക്തം തിളയ്ക്കുന്ന, സ്വന്തം വീട്ടിലുള്ളവരുടെ ആരുടെയും തിളയ്ക്കുന്നില്ല. അവരുടെ അപ്പനമ്മമാർക്കോ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഒരു സങ്കടവും ഇല്ലല്ലോ. ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്കല്ലേ സങ്കടമുള്ളൂ, നാട്ടുകാർ. ഇവിടെയാണ് വാളയാർ കേസിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ, 4 വയസ്സുള്ള കൊച്ചിനെ പോലും പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തു. എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിയ ഒരു പോലീസ് സംവിധാനവും നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലുള്ളത്. എന്നിട്ട് അതങ്ങനെ അന്വേഷിച്ച് ആത്മഹത്യയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ ഉടനെ പ്രൊമോഷനും കൊടുക്കും. അതുപോലെ കിളിരൂർ കേസ്, കതിരൂർ കേസ്, ഇനി എന്തെല്ലാം കേസുകൾ, സൂര്യനെല്ലി കേസ്. PJ കുര്യനെയൊക്കെ രക്ഷിക്കാൻ പോയതല്ലേ ഉമ്മൻചാണ്ടിയൊക്കെ ഇതുപോലെ അനുഭവിച്ചു. ഉമ്മൻചാണ്ടി അനുഭവിച്ചത് സരിതാ നായർ മുഖാന്തരം അനുഭവിച്ച നാണക്കേട്, സൂര്യനെല്ലി പെൺകുട്ടിയുടെ ശാപം. പിന്നെ അവിടെ നടന്ന പല ഇതുപോലത്തെ മരണങ്ങൾ ബോഡി കെട്ടിക്കഴിഞ്ഞ് നടത്തിയ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നതും നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം പോലെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ നവീൻ ബാബുവിൻ്റെ മരണം ഫോളോ ചെയ്തവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.